വീണ്ടും മഴ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ പാടം തൊടിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ കുളത്തിലാണെങ്കിൽ ഫുള്ളും താമരയും ആമ്പലും അങ്ങനെ നിറച്ചുണ്ടായിട്ടുണ്ട്. പാടത്തറമ്പിലൊരു കൂണുണ്ടായിട്ട് അതങ്ങനെ ചീഞ്ഞു പോയി. ഒരു ദിവസം മുമ്പ് വന്നാൽ കിട്ടിയിരുന്നു തോന്നുന്നു. അയ്യോ, കണ്ടിട്ട് സങ്കടമായി കേട്ടോ. എന്തായാലും കുളത്തിൽ അങ്ങനെ ആമ്പലും താമരയൊക്കെ നിറയെ വന്നിട്ട് കുളത്തിൽ വെള്ളം നിറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പുറത്തേക്ക് ഒഴുകിപ്പോയി. നമ്മളെ മീനൊക്കെ പോയി തോന്നുന്നു. കണ്ടത്തിലൊരു ഭാഗത്ത് പൂട്ടൽ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കൊറ്റികളൊക്കെ ഒരു ഭാഗത്ത് പോയിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പം അവിടെ പൂട്ടിയിട്ടുള്ളൂ. ആ ഭാഗത്ത് മീനുണ്ടാവുമായിരിക്കും. കുളത്തിലെ മീനൊക്കെ ഒഴുകിപ്പോയതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വല ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല. പൊടിമീനുകളെ കിട്ടുന്നതിനൊക്കെ പൊമ്പക്കുട്ടി കൊണ്ടുവന്നിട്ട് നമ്മുടെ ബേസനിൽ കൊണ്ടുവന്നിട്ട് വയ്ക്കും. കൊണ്ടിട്ടുണ്ടിട്ട് എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല. അവൾ ഫുള്ള് ആ ബേസനിൽ കൊണ്ടുവന്ന് നിറച്ചിട്ട് വയ്ക്കും. കൂട്ടിയെ കണ്ടത്ത് ചെളിയിൽ ഇറങ്ങി നടക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് 2 ഫോട്ടോ ഒക്കെ എടുക്കണം പറഞ്ഞപ്പോൾ അവളെ ഞാനൊന്ന് കണ്ടത്തിലിറക്കി 2 ഫോട്ടോ ഒക്കെ എടുത്തു. പാടത്തേക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുമ്പക്കുട്ടി ആദ്യം തന്നെ ഡപ്പയും പാട്ടയും കൊണ്ട് ഇതാ മീൻ പിടിക്കാൻ വീണ്ടും പോയി വെള്ളത്തിലിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വെള്ളം കണ്ടാൽ പിന്നെ ഒരു വെള്ളത്തിലെ നീരാളിയാവും അവൾ. അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ അടുത്ത മേലെ വീട്ടിൽ ഒരു കുഞ്ഞിക്കുരിപ്പുണ്ട്. ആ കുരിപ്പും കൂടെ വന്നപ്പോൾ 2 കുരിപ്പുകളും കൂടെ വെള്ളത്തിൽ നിന്ന് കയറാത്ത വിധത്തിലുള്ള കളിയിലായി. അങ്ങനെ തിരിച്ച് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചിക്കൻ കറി വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. എണ്ണ അല്ലാതെ എങ്ങനെ ഒരു ചിക്കൻ കറി വെക്കുക, എണ്ണ അധികം യൂസ് ചെയ്യാതെ ചിക്കൻ കറി എങ്ങനെ വെക്കുക എന്നുള്ള കണ്ടുപിടുത്തത്തിലാണ്. ഞങ്ങളങ്ങനെ പുതിയ ചിക്കൻ കറി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് അടുത്ത ദിവസം വീഡിയോ ഇടുന്നുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജിലൊരു കഷ്ണം പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അതും ഒരു മാങ്ങയും കൂടെ കൂട്ടിയിട്ട് ജ്യൂസ് അടിക്കുക. ആരും ഇങ്ങനെ ജ്യൂസ് അടിച്ചിട്ടുണ്ടാവില്ല. ഞാൻ തന്നെയായിരിക്കും ജ്യൂസ് അടിച്ചിട്ടുണ്ടാവുക, മാങ്ങയും കൈതച്ചക്കയും കൂടെ. ജ്യൂസൊക്കെ പക്ഷെ നല്ല രസം ഉണ്ടാകുന്നു കേട്ടോ. നിങ്ങൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഷെയറൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ജ്യൂസ് അടിക്കുകയാണ്. കാണാൻ വലിയ ലുക്കില്ലാത്ത ജ്യൂസാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല ജ്യൂസായിരുന്നു. ചെറിയൊരു കഷ്ണം പൈനാപ്പിളും ഒരു മാങ്ങയും തണുത്ത വെള്ളവും ഐസും ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് അടിച്ചത് കേട്ടോ. അപ്പോൾ ഉമ്മക്കുട്ടി ഇതാ പറ എഴുതാനിരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ ഇനി ഞങ്ങൾ ചിക്കൻ കറി ഇതാ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയും വെച്ച ആ സമയം കൊണ്ട് അമ്മ ചപ്പാത്തി ഉണ്ടാക്കി. ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.